ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും. എനിക്കും ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു തമാശയായിട്ടാണ് തോന്നിയത്. പക്ഷേ നമ്മുടെ നമ്മൾ ജനങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം കൃത്യമായ വകുപ്പുകളല്ല കൊടുക്കുന്നതെങ്കിൽ ഇവരെയൊക്കെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഞാനത് പറയുന്നതിനേക്കാളും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതാണ് കുറച്ചുകൂടി, അത് കണ്ടു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ പറയുന്നത് കുറച്ച് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണൻകുട്ടിയല്ല, വീഡിയോ ഉണ്ടല്ലോ. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ ശിവൻകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുകയാണ് ഇത് ആരാണ് എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി പറയുകയാണ് ഇത് പിന്നെ ഉമ്മൻചാണ്ടി അല്ലേ എന്ന്. ഉമ്മൻചാണ്ടി എത്രത്തോളം ആ കുട്ടികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളത്. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കള്ളക്കേസുകളൊക്കെ പലരും കൊടുത്ത് അദ്ദേഹത്തെ എന്നെ അപമാനിക്കുന്ന തരത്തിൽ സ്ത്രീ വിഷയത്തിൽ പോലും അദ്ദേഹത്തെ പെടുത്തി കൊണ്ടുവന്നെങ്കിലും കുട്ടികൾക്ക് കുറച്ചുകൂടി ബോധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് അത് ഇത് ഉമ്മൻചാണ്ടിയല്ലേ ഫോട്ടോ കാണിക്കുമ്പോൾ. ഇനി മറ്റൊരുത്തം പറയുന്നത് ഇത് കൃഷ്ണൻകുട്ടിയല്ലേ എന്ന്. വി ശിവൻകുട്ടിയെ കാണിച്ചിട്ട്, ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ, ഞാൻ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് നോക്കുന്നത് എവിടെയാണെന്ന്. ഇതാരെയും നമ്മൾ അപമാനിക്കാൻ വേണ്ടി കാണിക്കുന്നതല്ല. നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫോട്ടോയിൽ മുകളിലവർ എഴുതിയിട്ടുണ്ട് കൃഷ്ണൻകുട്ടി എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇതിനിടയ്ക്ക് ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു പരിപാടിയിലാണെന്ന് തോന്നുന്നു, തൃശ്ശൂരിൻ്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചപ്പോൾ സോണിയാഗാന്ധി. ഒന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിൻ്റെ ഒരു പോക്കിത്. കാരണം പിണറായിയെ ഒരുപക്ഷെ ഒരുമാതിരി പലർക്കും അറിയായിരിക്കും, പിണറായിയെ അറിയാത്ത പലരും ഉണ്ട്. ദ്രൗപദി മുർമുവിനെ വരെ അറിയാം. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ വരെ കേരളത്തിലെ പിള്ളേർക്കറിയാം. അവരെ ഫോട്ടോ കാണിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഈ ശിവൻകുട്ടിയെ ഒരുപക്ഷെ അറിയില്ല. ആർ ബിന്ദുവിനെ പല ട്രോളിലും ഒക്കെ കണ്ട് പരിചയം കാണും, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ. പിന്നെ നമ്മുടെ മന്ത്രിമാര് പ്രസാദ് എന്നൊക്കെ ചോദിച്ചാൽ ഈ ഫോട്ടോയൊക്കെ കാണിച്ച കുട്ടികളേക്ക് ഇവരൊക്കെ ആരാണ് എന്ന് ചോദിക്കും. കേരളത്തിലെ മന്ത്രിമാരുടെ പേര് പോലും ഒരു പക്ഷേ കുട്ടികൾക്കറിയില്ല. ഇനി ഗോവിന്ദൻ മാഷിനെ കാണിച്ചാൽ ചോദിക്കും ഇതാ പിണറായിയുടെ ബാക്കിൽ നിൽക്കുന്ന ആളല്ലേ. കാരണം CPI സംസ്ഥാന സെക്രട്ടറിയാണ് MP ഗോവിന്ദൻ എന്ന് പിള്ളേർക്ക് അറിയില്ല. അങ്ങനെ ഒരുപക്ഷെ KK ശൈലജ ടീച്ചറിനെ ചോദിച്ചാൽ അറിയാമായിരിക്കും. കാരണം ശൈലജ ടീച്ചർ നിപ്പ വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്തൊക്കെ കേരളത്തിന് ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട്, അവരുണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. ഈ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് അങ്ങനെ ഒരു ഇമേജാണ്. ഇപ്പം രാഹുൽ ഗാന്ധി ചോദിച്ചാൽ ഒരുപക്ഷെ കുറേ പേർക്കറിയാം. കാരണം മണ്ടത്തരം വിളമ്പുന്ന ഒരാളല്ലേ എന്നുള്ളൊരു മൈൻഡ് കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് മനസ്സിലാകും. ഈ ശിവൻകുട്ടി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല സാക്ഷരതയിലൊക്കെ 1-ാം നമ്പർ എന്നൊക്കെ പറയുന്ന കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ വിദ്യാർത്ഥികൾക്കറിയില്ല. ഇപ്പോൾ 1-2 വിദ്യാർത്ഥികൾ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ? അല്ല, നിങ്ങൾ ഭൂരിപക്ഷം വിദ്യാർത്ഥികളോടും ഈ പടം ചോദിച്ചു നോക്കൂ. ഒരു 100 പേര് നമ്മൾ എടുത്താൽ എനിക്ക് തോന്നുന്നു ഒരു 10 പേര് ഒരുപക്ഷെ ശിവൻകുട്ടിയുടെ പേര് പറയും. അതുപോലെ തന്നെയാണ് വീണ ജോർജിൻ്റെ പേര് എത്ര പേര് പറയും? AK ശശീന്ദ്രൻ്റെ പേര് എത്ര പേര് പറയും? പിന്നെ പറയും ഗണേഷ് കുമാറിൻ്റെ പേര് ചിലപ്പോൾ പറയും. കാരണം ഗണേഷ് കുമാർ സിനിമാ നടനായതുകൊണ്ട് ചിലപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പേര് പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗണേഷ് കുമാർ ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന് നിന്ന് ചില ഊളത്തര വർത്താനങ്ങൾ പറയുന്നുണ്ട്, ചില നല്ല വർത്താനങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ചിലപ്പോൾ കുട്ടികൾക്ക് അറിയാൻ വഴിയുണ്ട്. അതും ഒരു പരിധിവരെ, എനിക്ക് ഉറപ്പൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചോദിച്ചാൽ ഒരു പക്ഷേ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കും. കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആര് എന്നുള്ളത് അത് പിണറായി വിജയനെ ചോദിച്ചാലും ചിലപ്പോൾ അറിയായിരിക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിഞ്ഞുകൂടാത്തവരുമുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് അറിഞ്ഞുകൂടാത്തവരുമുണ്ട്. ചിലപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയെ ചോദിച്ചാൽ അറിയാത്തവരുണ്ട്. ഇതാരാ എന്ന് ചോദിക്കും. ആ ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുത്താൽ ഇതാരാന്ന് LK അദ്വാനിയെ ആരാന്ന് ചോദിക്കും. ജവഹർലാൽ നെഹ്റു,
ഇന്ദിരാഗാന്ധി പിന്നെ മാധ്യമങ്ങളൊക്കെ കുറെ വാഴ്ത്തി, പിന്നെ പ്രിയങ്ക ഗാന്ധി എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ എന്താണ് കേരളത്തിൽ പഠിപ്പിക്കുന്നത്, എന്തറിവാണ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്, എത്ര നിയോജക മണ്ഡലം ഉണ്ട് എന്നോ, എത്ര പേർ മത്സരിക്കുന്നുണ്ടോ എന്നോ, ഏത് പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നതെന്നോ, ആ പാർട്ടിക്കകത്ത് എത്ര ഘടകകക്ഷികളുണ്ട് എന്നോ, ഇതൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇതൊക്കെ അറിയണോ എന്ന് ചോദിക്കും. പക്ഷെ ഒരു പരിധിവരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധി എന്ന് പറയുന്നതിലെ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ഇതൊരു ട്രോള് അല്ലെങ്കിൽ ഒരു തമാശ എന്നതിനപ്പുറം നമ്മൾ ഇതിനെക്കുറിച്ചൊരു ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ കുട്ടികളുടെ നിലവാരം, കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ നിലവാരം എത്ര താഴേക്ക് പോവുകയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് അവരിപ്പോൾ ഒരു ഡിഗ്രിക്കോ ഒരു PGക്കോ ഒക്കെ അഡ്മിഷന് മുൻപ് അവരൊരു ഇൻ്റർവ്യൂ സിസ്റ്റം വയ്ക്കും. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ആ രാജ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ആ രാജ്യത്തെ പോപ്പുലേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ആ രാജ്യത്ത് അപ്പോൾ ഭരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരിക്കണം, ആ രാജ്യത്ത് അപ്പോൾ ഭരിക്കുന്ന പ്രസിഡന്റിൻ്റെയോ പ്രധാനമന്ത്രിയുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം, എത്ര പാർട്ടികളുണ്ട് ആ രാജ്യത്തെന്ന് അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ എത്ര യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്ന് ചോദിക്കും അവർ. അങ്ങനെ ആ രാജ്യത്തിൻ്റെ മൊത്തം കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ട് വേണം ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ കടന്നു ചെല്ലാൻ എന്നുള്ളതാണ് അവിടുത്തെ ഓരോ രാജ്യത്തിൻ്റെയും പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ കുട്ടികളെ അവരുടെ രാജ്യത്തെക്കുറിച്ച് ഫുള്ള് മനസ്സിലാക്കിയതിന് ശേഷം, അതായത് ഞങ്ങളുടെ രാജ്യത്ത് പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ ഈ രാജ്യം വിടുമോ അതോ ഇവിടെ തന്നെ നിൽക്കാനാണോ നിങ്ങളുടെ താല്പര്യം. ഒരുപക്ഷെ കുട്ടികൾ ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടി പറയും നമ്മൾ ആ രാജ്യത്ത് തന്നെ നിൽക്കും, ഞങ്ങൾക്ക് മറ്റൊരിടത്തും പോകാനുള്ള താല്പര്യം കാണില്ല എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴും അവർ ആ രാജ്യത്തെക്കുറിച്ച്, ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച്, ആ രാജ്യത്തെ നിലനിൽപ്പിനെ കുറിച്ച്, ആ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച്, ആ രാജ്യത്തെക്കുറിച്ച് ഫുള്ളായിട്ട് അവർ പഠിച്ച് കൃത്യമായി മൈൻഡിൽ സെറ്റാക്കി വെച്ചിട്ടാണ് അവർ ആ ഇൻ്റർവ്യൂവിനെ നേരിടുന്നത്. ഇവിടെ ഒരു ഡിഗ്രിക്ക് ഇൻ്റർവ്യൂവിന് എന്താണ്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കുള്ളവൻ ആരോ അവൻ ആദ്യം കയറിപ്പോവും. ഇവിടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കോളേജിലും പിന്നെ മെറിറ്റിലും സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കിട്ടാതെ പോകുന്ന കുട്ടികൾക്ക് അവസാനം സ്പോട്ട് അഡ്മിഷൻ വെച്ചിട്ട് അതിൻ്റെ ഉയർന്ന മാർക്കുള്ളവരെ നോക്കി കോളേജുകളിൽ അഡ്മിഷൻ കൊടുക്കും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് വിവരമുണ്ടോ, പിന്നെ എന്താ തലച്ചോറുണ്ടോ, ബുദ്ധിയുണ്ടോ, അത്യാവശ്യം നല്ല തലയൊക്കെ ഉള്ളത് +2 കഴിഞ്ഞ ഉടനെ എന്താ പറയുക കേരളം വിട്ട് വേറെ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി പഠിച്ച് അവിടെ തന്നെ സെറ്റിലാവും. കേരളത്തിലോട്ട് ഇപ്പോൾ പിള്ളേർക്ക് വരണ്ട, നേഴ്സിംഗ് പഠിച്ചിട്ട് നേരെ കാനഡ, പിന്നെ സ്വിറ്റ്സർലൻഡോ അയർലൻഡോ അങ്ങനെ എവിടെയെങ്കിലും, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ വല്ല ദുബായ് GCC കൺട്രിയിലെങ്കിലും പോയി അവർ രക്ഷപ്പെടും. അവരിവിടെ നിൽക്കത്തില്ല. കാരണം ഒന്ന് വേതനം കുറവ്, പിന്നെ പഠിച്ചതിൻ്റെ ഒരു മൂല്യമൊക്കെ അറിയണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ തന്നെ പോകണം. ഇവിടെയൊക്കെ ഒരു നേഴ്സിനൊക്കെ കിട്ടുന്നത് തുടക്കത്തിൽ ട്രെയിനി എന്നൊക്കെ പറഞ്ഞാൽ കയറുമ്പോൾ കിട്ടുന്നത് 7,500 രൂപ 8,000 രൂപയാണ്. ആ കുട്ടികൾ പഠിക്കുന്നത് 6-7 ലക്ഷം രൂപ ചിലവാക്കിയായിരിക്കും. കിട്ടുന്ന പണം ഇത്രയുമായിരിക്കും. അതുകൊണ്ട് ഇതിനേക്കാളും നല്ല ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് ഇവിടുത്തെ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവർക്ക് നല്ല തുക കിട്ടും. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ലെവലിനെ കുറിച്ച്, വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വെറും ലോ ലെവൽ വിദ്യാഭ്യാസമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളെ വിദ്യാഭ്യാസം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രി ആരെന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. എന്ത് പ്രതിബദ്ധതയാണ് സർക്കാരിന് ഈ തലമുറയോടുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്.